ഒരു ബൈറ്റ് കേൾക്കാം. ആഷിഖ് എന്ന ഡയറക്ടർ, ആഷിഖ് എന്ന പ്രൊഡ്യൂസർ ഡയറക്ടർ ആയപ്പോൾ കൂടുതൽ കച്ചവട ലാഭത്തിലേക്ക് പോവുകയും ക്രിയേറ്റിവിറ്റിയിൽ കുറവ് വന്നു. ക്രിയേറ്റിവിറ്റിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അത് പല ഫംഗ്ഷനിലും പലതാണ് ഞാൻ കേൾക്കുന്നത്. അത് ചിലപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ മണി മൈൻഡഡ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ എനിക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും ഫോർ ദ പബ്ലിക് ഐ വോണ്ട് യു ടു ആൻസർ. എന്താണ് ഒരു ഡയറക്ടർ മാത്രമായിരിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്? എന്താണ് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോഴുള്ള advantage and disadvantage, and why have you become a producer director instead of just being a director? Is it for money or there is some other reason behind it? സുഹൃത്തല്ലേ? സുഹൃത്തും എൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്തിട്ടുള്ള ആളും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ആളുമാണ്. എനിക്ക് വിജയനെ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് അറിയാം. നല്ലൊരു ചോദ്യമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളുടെ ഇപ്പോൾ ആൻഡോ ജോസഫിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ആൽവിൻ ആൻ്റണിക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സാണ്. എം രജിത്തിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, OG സുനിലിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, അമൽ നീരദിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ നടക്കുമ്പോഴും ആൻഡോ ജോസഫാണ് ഡാത്തടിയെ പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡോ ചേട്ടൻ ആ ലൊക്കേഷനിൽ 2 തവണയാണ് വന്നിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ടീമാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, മൊത്തം കാര്യങ്ങൾ. അതായത് രഞ്ജിത്തേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെ പറയുള്ളൂ. കാരണം ഞാൻ അങ്ങനെ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതായത് അതിൻ്റെ A to Z കാര്യങ്ങളും ഞങ്ങളുടെ ഫുൾ ടീം അത് ശ്രദ്ധിക്കും, അത് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ ഇതിനകത്ത് വലിയൊരു ലാഭക്കണ്ണോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹമോ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഒരുപാട് സംവിധായകന്മാർ പ്രൊഡ്യൂസേഴ്സായി മാറുന്നു, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആഷിഖിന് മാത്രം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അല്ല, അതെ, ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇനിയും ഭാവിയിൽ ചെറിയ സിനിമകളും അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ സിനിമകളായി ഞാൻ മാത്രമല്ല ആര് അങ്ങനെ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ലക്ഷ്യങ്ങളിലൊന്നുമാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ രൂപീകരണം ഇങ്ങനെ ഒരു സിനിമയിലൂടെ ആവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഇപ്പം ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ പ്രൊഡക്ഷനല്ല, പുറത്തുനിന്നുള്ള പ്രൊഡക്ഷൻ അവസാനിച്ചിട്ടില്ലല്ലോ? ഇല്ല, തുടക്കം മാത്രമാണ്. അത് തുടങ്ങാൻ ഇത് പൊള്ളിയോ? ഇല്ല, പൊള്ളിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പൊള്ളില്ല, ഞാൻ പറയാൻ കാരണം ഗാങ്സ്റ്റർ പോലെ ഒരു സിനിമയുടെ നമ്മുടെ ഹോം പ്രൊഡക്ഷൻ ആയതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബിക്കോസ് നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു 10 minute ഒരു ആനിമേഷൻ, അത് ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. അപ്പം നമുക്ക് അങ്ങനെ ഒരു കോൾ എടുക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഹോം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തോടെ ഒരുപാട് ടെക്നിക്കലി ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു പരീക്ഷണം നടത്താൻ. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. നമ്മൾ വേറൊരാളെ കൺവിൻസ് ചെയ്ത് നമുക്കത് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു കോൾ നമുക്ക് തന്നെ എടുക്കാം. ആഷിഖെ, പരീക്ഷണങ്ങളാണ് സ്വാഭാവികമായിട്ടൊരു ഫിലിം മേക്കറിനെ ഒരു വ്യത്യസ്തമായ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ്. അത് പലപ്പോഴും ഈ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം മേക്കിങ്ങിനേക്കാൾ വലിയൊരു ചലഞ്ചാണത്. വേറൊരു പ്രശ്നം കൂടെ വന്നു ആഷിഖും മമ്മൂക്കയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകാവുന്നൊരു മാജിക്കിനെ കുറിച്ച്. പഴയ ആഷിഖല്ല, പണ്ട് ആഷിഖ് ഡാഡി കൂളി ചെയ്തപ്പോൾ ഇതുപോലത്തെ യാതൊരു എക്സൈറ്റ്മെൻറ്റും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുതിയ ആഷിഖും മമ്മൂക്കയും കൂടെ ചേർന്നപ്പോൾ ആ ഒരു മസാലക്കൂട്ടിൽ നിന്ന് ഉടലെടുക്കാൻ പോകുന്നൊരു ഉൽപ്പന്നത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ, ഹൈപ്പ്. എനിക്കൊന്ന് ഹൈപ്പിൻ്റെ ഇരയാണ് നിങ്ങൾ രണ്ടുപേരും. അല്ല, അതിന് സാധ്യതയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, ഹൈപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ മാക്സിമം നമ്മൾ കുറച്ചൊക്കെ മുന്നിൽ കണ്ടിരുന്നത് നമുക്കൊന്ന് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു സ്വയം വിമർശനപരമായിട്ട് കാണുകയാണെങ്കിൽ ഇതിനെ പിടിക്കാനുള്ള ഒരു സ്ക്രീൻ പ്ലേ ശക്തി, അതിൻ്റെ ഒരു ബാക്കിംഗ് ഇല്ലാതെ പോയി. അത് സത്യം തന്നെയാണ്.